ഈ പ്രാവശ്യം പഞ്ചാബ് മാനേജ്മെന്റ് റിട്ടേൺ ചെയ്ത പ്ലെയർ ആണ്. പഞ്ചാബ് മാനേജ്മെന്റ് പുള്ളിയിൽ അർപ്പിച്ച വിശ്വാസം പുള്ളി കാത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ ഇന്നിംഗ്സ്, 34 ബോളിൽ നിന്ന് 69 റൺസ് എടുക്കും, 9 4ഉം 3 6. ആദ്യത്തെ മത്സരത്തിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ മനോഹരമായ ഒരു കംബാക്ക്, ബാറ്റ് കൊണ്ട് എല്ലാവർക്കും ഉള്ള മറുപടി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല മനോഹരമായ പഞ്ചാബിന്റെ ലോക്കൽ ബോയ് ആണ് വന്ന് നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കുന്നു. ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം 16ാമത്തെ ഓവറിൽ റണ്ണ് ചേസ് ചെയ്യാൻ കഴിഞ്ഞു. റൺ റേറ്റിലും എന്തായാലും റിഫ്ലക്ട് ചെയ്യും. നല്ല മനോഹരമായി ആ റണ്ണ് ചേസ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 171 ഒരു സ്കോർ ഇപ്പോൾ ലാസ്റ്റ് മത്സരങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 170 180 ഒക്കെ ചേസ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ചെന്നൈ രാജസ്ഥാനും തമ്മിലുള്ള മത്സരമാണെങ്കിലും മുംബൈ ഗുജറാത്തും തമ്മിലുള്ള മത്സരങ്ങളാണെങ്കിലും ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ബിക്കോസ് സലാവ റൂൾസ് ഒക്കെ വന്നുകൊണ്ട് എല്ലാവരും തുപ്പലും ആ വേർപ്പും ഒക്കെ തൊട്ട് ബോളിൽ കുറച്ച് ഷൈനി ഒക്കെ കിട്ടുന്നുണ്ട്, ചെറിയ റിവേഴ്സിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ടഫായിട്ടാണ് ലാസ്റ്റ് 1-2 മത്സരങ്ങളൊക്കെ കാണുമ്പോൾ 170 180 ഒക്കെ ഒരു സ്കോറാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ LSG ബോളർമാരെ എക്സ്പോസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആൾറെഡി നമുക്കറിയാം LSGയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബോളിംഗിൽ ചെറിയൊരു പ്രയാസം, ചെറിയൊരു കൺസേൺ ഉണ്ട്. എന്നാലും അവരുടെ മെയിൻ ബോളർമാരെല്ലാം പരിക്ക് മൂലം പുറത്താണ്. താക്കൂറിനെ അവർ ടീമിനൊപ്പം ചേർത്തു. കഴിഞ്ഞ 2 കളിയിലും താക്കൂർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. ബാക്കി നോക്കുവാണെങ്കിൽ ആവേഷ് ഖാൻ ആയാലും ബിഷ്ണോയി ആയാലും റണ്ണ് വഴങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പന്തിനെ സംബന്ധിച്ചോളം ഇന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു. എല്ലാ ബോളർമാരും റണ്ണ് വഴങ്ങുമ്പോൾ ആരെയും കൊണ്ട് ഓവർ ചെയ്യിപ്പിക്കുമെന്നുള്ളൊരു കൺസേൺ ആണെന്ന് പന്തിനെ സംബന്ധിച്ചുള്ള അലട്ടി എന്ന് പറയണം. അവർ സിദ്ധാർത്ഥിനെ കൊണ്ടുവന്നു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. എന്നാൽ സിദ്ധാർത്ഥനും ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 3 ഓവറിൽ 28 റൺസ് ഇമ്പാക്ട് പ്ലെയറും വഴങ്ങി. പിന്നെ പുള്ളിയുടെ ഒരു ഓപ്ഷൻ ഇല്ല, ഉള്ള ബോളർമാരെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുക തന്നെയായിരുന്നു. LSG സംബന്ധിച്ചോളം ബാറ്റിംഗിൽ നോക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നത്. 6 ഓവറിൽ 39 റൺസിന് 3 വിക്കറ്റ് പോയ LSG എന്നാൽ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൊണ്ടെത്തിക്കാൻ 171 എന്ന സ്കോറിലേക്ക് എന്തായാലും അവർക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. നിക്ലസ് പൂരൻ മനോഹരമായ ഒരു ഇന്നിംഗ്സ് കളിക്കുന്നു. മാക്രോ ആയാലും കഴിഞ്ഞ 2 കളിയിലും പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പുള്ളി നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാൽ ഒരു മനോഹരമായ ഒരു ഡെലിവറിയിലൂടെ ഫെർഗ്യൂസന്റെ മനോഹരമായ ഒരു സിംഗിൾ ഡെലിവറിയിലൂടെ പുള്ളിയുടെ വിക്കറ്റ് എടുക്കുന്നു. അത് നല്ല അഗ്രസീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ വിക്കറ്റ് എടുക്കുന്നു. നിക്ലസ് പൂരൻ നല്ല അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 30 ബോൾ 40 റൺസ് എടുക്കുന്നു. ചഹാലിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. 7ാമത്തെ ഓവറിലാണെന്ന് തോന്നുന്നു ഏകദേശം 14 റൺസോളം എടുക്കുന്നു. 9ാമത്തെ ഓവറിൽ ചഹാല് വരുന്നു, മെയിൻ ബ്രേക്ക് ത്രൂ നേടുന്നു. അവിടെ കൊണ്ട് മാച്ച് ഏകദേശം അവസാനിച്ചു. ഫസ്റ്റ് ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗ് ഇവരുടെ ബാറ്റിംഗിന്റെ മെയിൻ തുറപ്പ് ചീട്ടായിരുന്ന മിച്ചിൽ മാഷിനെ ഡക്കിൽ പറഞ്ഞു വിട്ടപ്പെടുത്തേന് ഏകദേശം നമ്മൾ വിചാരിച്ചു. എന്നാലും പ്ലേയേഴ്സ് ഉണ്ട്, ബാറ്റിംഗിനെ സംബന്ധിച്ച് ഇവർക്ക് കൺസേൺ ഇല്ല. എന്നാൽ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ഇടവേളകൾ അവർക്ക് വിക്കറ്റ് കിട്ടിക്കൊണ്ടേയിരുന്നു. മിച്ചിൽ മാഷ് പോയി, മാക്രം പോയി, നിക്ലസ് പൂരൻ പോയി. ബഡോണിക്കും സമതിനുമായി ഏകദേശം 47 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാനായി. ബഡോണിയെ സംബന്ധിച്ചോളം നമുക്കറിയാം ഒരു കൊച്ചു മനുഷ്യനാണ്. പുള്ളി അടിക്കുന്ന 6 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനോഹരമായ 6 ആണ് ബഡോണി അടിക്കുന്നത്. ഏകദേശം 3 6 അടിച്ചു. 41 എന്ന ഒരു നല്ല ഒരു സ്കോർ എടുക്കാൻ പുള്ളിക്കുമായി. പുള്ളിയും കഴിഞ്ഞ 2 മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ നല്ല ഒരു പെർഫോമൻസ് പുള്ളിക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സമതിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 12 ബോളിന് 27 റൺസ് എടുത്ത് നല്ലൊരു കോൺട്രിബ്യൂഷൻ ടീമിന് കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഒരു ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്തായാലും ഇവർക്കായെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവരുടെ നമ്പർ 4 ഋഷഭ് പന്ത്. ഇന്ന് 2 ക്യാപ്റ്റന്മാരെ നമുക്കിന്ന് പരിശോധിക്കാം. ഒരു ക്യാപ്റ്റൻ ഏഷ്യരും മറ്റൊരു ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. ഏകദേശം 1 കോടിയുടെ വ്യത്യാസം ഉള്ളെന്ന് തോന്നുന്നു. ഋഷഭ് പന്തിന് ഏകദേശം 27 കോടി, ശേഷന് ഏകദേശം 26 കോടിയാണെന്ന് തോന്നുന്നു. പെർഫോമൻസ് നോക്കിയ ബാറ്റിംഗിൽ ഈ വിക്കറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാക്സ്വെല്ല് പോലും അതിശയിച്ചു പോയി കാണാം. അല്ല എന്നിട്ട് തലയിലും കൈവച്ച് മുഖത്തിലേക്ക് എക്സ്പ്രഷൻ കാണുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും 99 ഔട്ടായി പോയാണ്. ഋഷഭ് പന്തിനെ സംബന്ധിച്ചോളം 27 കോടിയുടെ അല്ല. ഋഷഭ് പന്തിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഋഷഭ് പന്ത് ചിന്തിക്കുക. 2020-ലായാലും ഇന്ന് സിമ്രൻ ഒരു വിക്കറ്റ് കീപ്പറും കൂടെയാണ്. പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കണ്ടല്ലോ. ഇഷാൻ കിഷൻ അവിടെ നിൽക്കുന്നു, സഞ്ജു സാംസൺ അവിടെ നിൽക്കുന്നു, ജുറേല് കളിക്കുന്നു. പന്തിനെ സംബന്ധിച്ചോളം അറിയാൻ വയ്യ. ആ ഒരു ടെൻഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ക്യാപ്റ്റൻസി ചെയ്യാൻ കഴിയുമെന്നാണ് അറിയാൻ വയ്യ. ഒരു പുള്ളി അവിടെ നിന്നൊരു 10ഓ 30ഓ വേണ്ട, വലിയൊരു 100 ഒന്നും എടുക്കൊണ്ട് ഒരു 40 റൺസെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ ഒരു 200+ സ്കോറിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം ഇത്രയും 39 റൺസിൽ 3 വിക്കറ്റ് പോയിട്ടും 171 എത്താൻ കഴിഞ്ഞെങ്കിൽ ബാറ്റിംഗിൽ കൺസേൺ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാക്രവും ഋഷഭ് പന്തും ബഡോണിയും ആയിരുന്നു. ഇന്ന് മാക്രവും ബഡോണിയും കളിച്ചു. ഇപ്പോഴും ചലിക്കാത്തത് ഋഷഭ് പന്തിന്റെ ബാറ്റാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ഇന്നിംഗ്സിൽ മിച്ചൽ മാഷ് പോയി, നിക്ലസ് പൂരൻ പോയി. ഒരു നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കേണ്ടതായിരുന്നു. ഋഷഭ് പന്തിന്റെ 2020 ലൈഫ് അറിയാൻ വയ്യ. നമ്മളും വലുതായിട്ട് ഒരു മാച്ച് വിന്നറാണ് ടെസ്റ്റിലേക്ക് സംബന്ധിച്ചിടത്തോളം. 2020 നമ്മൾ വലിയ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രഷറും വെച്ച് ഈ ക്യാപ്റ്റൻസിയിലും അത് ബാധിക്കാൻ തന്നെയാണ് ചാൻസ്. ബോളർമാർ പരിശോധിക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ബോളിംഗ് നിര അവരുടെ ഇല്ല. LSG സംബന്ധിച്ചിടത്തോളം ഋഷഭ് പന്തും രവി വിഷ്ണോയും നല്ല രീതിയിൽ റണ്ണ് വഴങ്ങുന്നു. ഈ 2 പേരുടെ ഒരു കൺസേൺ തന്നെയാണ്. അത് മാറ്റി അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിന്റെ ബോളർമാരെ പരിശോധിക്കുകയാണെങ്കിൽ മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്വിംഗ് ചെയ്യുന്ന ബോൾ, നല്ല രീതിയിൽ ബൗൺസ് ചെയ്യിക്കുന്നു. മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അർഷ്ദീപ്
അർഷ്ദീപ് സിംഗിന് കുറച്ച് റണ്ണ് വഴങ്ങി എങ്കിലും മനോഹരമായി 2 ഇമ്പോർട്ടന്റ് വിക്കറ്റ് നേടുന്നു അവസാനത്തെ ഓവറിൽ. ആ ഒരു 20 റൺസോളം കൺട്രോൾ ചെയ്യാൻ എന്തായാലും അവർക്കായി. 20ാമത്തെ ഓവറും 19ാമത്തെ ഓവറും മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കും. 19ാമത്തെ ഓവർ ഏഷ്യൻ വരുന്നു, മനോഹരമായി ബോൾ ചെയ്യുന്നു, ഏകദേശം 8 റണ്ണ് വിട്ടുകൊടുക്കുന്നു. 20ാമത്തെ ഓവറിൽ അർഷ്ദീപ് സിംഗ് വരുന്നു, 7 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ വിക്കറ്റ്. ഏകദേശം ഒരു 20 റൺസോളം സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 190 200 പോകുമ്പോഴത്തേന് ആ സ്കോർ ബോർഡ് പ്രഷർ എന്തായാലും വരും. അതിനാൽ നല്ല മനോഹരമായി അവർ ബോൾ ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്പം റണ്ണ് വഴങ്ങിയത് ചഹാലാണ്, എന്നാൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ ചഹാലിനുമായി. ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു 4 ഓവർ എന്തിനാണ് ചഹാലിന് കൊടുത്തത്, ബിക്കോസ് മാക്സ്വെൽ ആയാലും ഫെർഗ്യൂസൺ ആയാലും ഓവർ ഉണ്ട്, അവർക്ക് ഒരു ഓവർ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ചഹാൽ കുറച്ച് എക്സ്പെൻസ് ആയപ്പോൾ, അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗും കുറച്ച് എക്സ്പെൻസ് ആയപ്പോൾ ഫെർഗ്യൂസനെയോ മാക്സ്വെലിനെയോ സ്റ്റോണിസിനെയോ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്നാൽ ക്യാപ്റ്റന് അർഷ്ദീപിൽ ആ വിശ്വാസം അർപ്പിച്ചു. എന്നാൽ അർഷ്ദീപ് മെയിൻ ആയിട്ട് വന്ന് ആ 2 വിക്കറ്റ് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു. നിഹാൽ വധേര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാലും ആദ്യത്തെ കളിയിൽ ബെഞ്ചിൽ ഇരുത്തിയതായിരുന്നു. എന്നാൽ 2ാമത്തെ കളിയിൽ വന്ന് ഞാൻ അങ്ങനെ ബെഞ്ചിലിരിക്കാനുള്ള പ്ലെയർ അല്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു. ഏകദേശം 4 സിക്സ് അടിച്ച് 25 ബോളിൽ നിന്ന് 43 റൺസ് നേടാൻ നെഹാൽ വധേരയ്ക്കുമായി. നല്ല ഒരു പെർഫോമൻസ് നെഹാൽ വധേരയും കാഴ്ചവെച്ചു. ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്നാണ് രോഹിത് ശർമ്മ വിശേഷിപ്പിച്ചത് നെഹാൽ വധേരെ. മുംബൈക്ക് വേണ്ടിയാണല്ലോ കളിച്ചത്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയര് കൊടുത്ത പൈസയ്ക്ക് അവർക്ക് ബെനിഫിറ്റ് കിട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബോളിംഗ് ആണ്, നമുക്ക് സംശയമൊന്നുമില്ല. ബാറ്റിംഗിലാണ് ചെറിയ കൺസേൺ ഉള്ളത്, ബിക്കോസ് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ആണ്. നോക്കുവാണെങ്കിൽ പ്രയാൻ ഷാരി ആയാലും പരം സിംറൻ ആയാലും ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ജോഡിയാണ്. പിന്നെ മാക്സ്വെലിനെ സ്റ്റോണിസിനെ നമുക്കറിയാം, ഒരു കളിച്ച് ഇല്ലെങ്കിൽ ഇല്ല. അവരെ ഒരു ത്രൂ ഔട്ട് ഒരു 5 കളി എടുക്കുവാണെങ്കിൽ 5 കളിയിൽ ഒരേപോലെ കളിക്കണമെന്ന് വരത്തില്ല. ആ സമയത്താണ് എന്തായാലും ഇപ്പം പ്രഭാബ് സിംറൻ ആയാലും നിഹാൽ വധേരയുടെ ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് എന്തായാലും കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയാൻ ഷാരിയും പ്രഭാബ് സിംറനും നിഹാൽ വധേരയുടെയും പെർഫോമൻസ് ടീമിനും വേണ്ടത് തന്നെയാണ്. ഇതിൽ 1-2 പ്ലെയർ എങ്കിലും കളിക്കണം. ബാക്കി സ്റ്റോണിസ് ആയാലും മാക്സ്വെൽ ആയാലും ഒരു ഭേദപ്പെട്ട കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ബാറ്റിംഗിലും വലിയ കൺസേൺ ഇല്ല. നല്ലൊരു പെർഫോമൻസ് കാഴ്ച